നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്കെതിരെ കടുത്ത ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ. നേതാക്കളോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും സിനിമയിലേതിന് സമാനമായ കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്തുമുണ്ടെന്നും അവർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരനുഭവം ഉണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. സമയം വരുമ്പോൾ അത് പുറത്തുവിടും. തന്നോട് പരാതി പറഞ്ഞവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നും സിമി റോസ്ബെൽ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ അനർഹർക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് എന്നും ജെബി മേത്തർ എംപിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സിമി വിമർശിച്ചു. യൂത്ത് കോൺഗ്രസിൽ ഒരേയൊരു വോട്ട് കിട്ടിയ ജെബി മേത്തറെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയാക്കിയപ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു. 8 വർഷം മുൻപ് മഹിളാ കോൺഗ്രസിൽ അംഗത്വമെടുത്തപ്പോഴും മൗനം പാലിച്ചു. അന്ന് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചിരുന്നു. പ്രവർത്തനത്തിലൂടെ വന്നവർ ഇപ്പോഴും തഴയപ്പെടുകയാണ്. അങ്ങനെയുള്ള എത്ര വനിതാ അംഗങ്ങൾ KPCCയിൽ ഉണ്ടെന്ന് പരിശോധിക്കണം. അവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ വലിയ നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഉള്ളവരാണ് എന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. നേരത്തെ നേതാക്കളിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായതായി കോൺഗ്രസിലെ പല സ്ത്രീകളും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സിമി റോസ്ബെൽ ജോൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത്. ആടിനെ പ്ലാവില കാണിക്കുന്നത് പോലെ അവസരം കിട്ടാൻ പലരും പിറകെ പോകുന്നു. മുതിർന്ന നേതാക്കൾക്ക് ശബ്ദമില്ലാതായി. ആർക്കും ഇത് പറയാൻ ധൈര്യമില്ല. കോൺഗ്രസിലെ മിക്ക സ്ത്രീകളും വലിയ ലിംഗവിവേചനം നേരിടുന്നതായും പ്രായമായ സ്ത്രീകളെ കൂട്ടം ചേർന്ന് പരിഹസിക്കുന്നതായും സിമി റോസ്ബെൽ ജോൺ കുറ്റപ്പെടുത്തി. അവസരങ്ങൾ ലഭിക്കാൻ കോൺഗ്രസിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ട അവസ്ഥയാണെന്നും ഹേമ കമ്മിറ്റി മോഡൽ കോൺഗ്രസിലും കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രീതിപ്പെടുത്താൻ നടക്കാത്തതുകൊണ്ട് താൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇല്ലെന്നും അവസരം നിഷേധിക്കുകയും തന്നെ പരസ്യമായി പലതവണ അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും സിമി റോസ്ബെൽ ജോൺ ആരോപിക്കുന്നു. ജൂനിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പദവികളും അംഗീകാരങ്ങളും കൊടുക്കുന്നു. അല്ലാത്തവർക്ക് ജയിക്കാവുന്ന സീറ്റ് പോലും തരില്ല. ഉയർന്ന പദവികളിൽ നിന്ന് മാറ്റി നിർത്തും. സ്വാധീനവും നേതാക്കന്മാരോട് അടുത്ത ബന്ധവുമുള്ള സ്ത്രീകൾക്കായി പ്രത്യേക മാനദണ്ഡങ്ങൾ പാർട്ടി യോഗ്യതയാക്കുന്നു. കോൺഗ്രസിലെ ഇത്തരം വിവേചനങ്ങൾ നടപ്പാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പാണെന്നും കഴിവോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇപ്പോൾ അവസരം നൽകുകയാണെന്നും അവർ ആരോപിക്കുന്നു. അതേസമയം CPMൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് വി ഡി സതീശൻ്റെ നിലപാട്. അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്നാണ് മുതിർന്ന AICC അംഗം പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ MV ഗോവിന്ദനും തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചിരുന്നു. പ്രീതിപ്പെടുത്താത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ കയറിക്കൂടാൻ പറ്റിയില്ല. കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു. സിനിമയെപ്പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവുമുണ്ടെന്നും വനിതാ നേതാവ് കുറ്റപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു.